ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കാനുള്ള പ്രതിനിധി സംഘം യാത്ര പുറപ്പെടുന്നതാണ്. 4ാം സംഘം ഇന്ന് ബഹ്റൈനിലേക്ക് പുറപ്പെടും. ബൈജയന്ത് പാണ്ഡെ നയിക്കുന്ന സംഘമാണ് ഇന്ന് യാത്ര തിരിക്കുക. 7 പ്രതിനിധി സംഘങ്ങളാണ് വിവിധ രാജ്യങ്ങൾ സന്ദർശിക്കുന്നത്. ശശി തരൂർ MP നയിക്കുന്ന സംഘം നാളെയാണ് US-ലേക്ക് പുറപ്പെടുക. അതേസമയം DMK MP കനിമൊഴി നയിക്കുന്ന സംഘം റഷ്യയിൽ. Know that Russia has been a strategic partner and we've always worked together on diplomatic issues when it comes to trade and the heads of our states have always worked together when it comes to important issues, whether it's of global importance or which is of interest to India and Russia. So it becomes very important at this point to reach out to Russia when we have been facing terror attacks time and again. ഗൗതം അനന്തനാരായണൻ വിശദാംശങ്ങളുമായി ചേരുകയാണ്. ഗൗതം, 4ാം പ്രതിനിധി സംഘമാണ് ഇന്ന് ബഹ്റൈനിലേക്ക് പോകുന്നത്. വിവരങ്ങൾ എന്തൊക്കെയാണ്? BJP ദേശീയ ഉപാധ്യക്ഷനുമൊക്കെയായ ബൈജയന്ത് പാണ്ഡെ നയിക്കുന്ന സംഘമാണ് ഇന്നിപ്പോൾ യാത്ര തുടങ്ങാൻ പോകുന്നത്. ഈ 8-അംഗ സംഘത്തിലെ പ്രതിനിധികൾ ബൈജയന്ത് പാണ്ഡെ കൂടാതെ നിഷികാന്ത് ദുബെ BJP-യുടെ MP ആണ്. ഒപ്പം പാങ്കോൺ ഖൊനയാക് എന്ന BJP MP വടക്കുകിഴക്കൻ മേഖലയിൽ നിന്നുള്ള MP ആണ്. ഒപ്പം ശ്രീമതി രേഖ ശർമ്മയുണ്ട്, വനിതാ കമ്മീഷന്റെ ഒക്കെ മുൻ അധ്യക്ഷയായ BJP-യുടെ രാജ്യസഭാ അംഗമാണ്. ഒപ്പം AIMIM-ന്റെ അസദുദ്ദീൻ ഒവൈസി, ശാന്തൻ സിംഗ് സന്ധു നോമിനേറ്റഡ് അംഗമാണ്. ഒപ്പം ശ്രീ ഗുലാം നബി ആസാദും ഹർഷ് ശൃംഖലയും അടങ്ങുന്ന സംഘമാണ് ഇന്നിപ്പോൾ ബൈജയന്ത് പാണ്ഡെയുടെ നേതൃത്വത്തിൽ ബഹ്റൈനിലേക്ക് എത്തുന്നത്. ഇവരെ സന്ദർശിക്കുന്ന മറ്റ് രാജ്യങ്ങൾ സൗദി അറേബ്യ, അതോടൊപ്പം തന്നെ കുവൈറ്റ്, അൾജീരിയ തുടങ്ങിയ രാജ്യങ്ങളാണ്. അതിനാൽ തന്നെയാണ് ഈ ഗുലാം നബി ആസാദ് ഉൾപ്പെടെയുള്ള മുസ്ലിം സമുദായത്തിന്റെ പ്രതിനിധികൾ എന്ന നിലയിൽ കൂടിയാണ് അവരെ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. മുസ്ലിം രാജ്യങ്ങളാണ് ഈ ബൈജയന്ത് പാണ്ഡെയുടെ നേതൃത്വത്തിലുള്ള സംഘം സന്ദർശിക്കുന്നത്. അതേസമയം ഇന്നലെ യാത്ര തുടങ്ങിയ കനിമൊഴിയുടെ നേതൃത്വത്തിലുള്ള സർവകക്ഷി സംഘം റഷ്യയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. റഷ്യയിൽ ഇന്ന് റഷ്യൻ വിദേശകാര്യ മന്ത്രിമാരുൾപ്പെടെ ഉള്ളവരുമായി ഇന്നിപ്പോൾ ഈ കൂടിക്കാഴ്ച നടത്തി ഈ ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ചുള്ള വിശദീകരണം നൽകും. കനിമൊഴി നയിക്കുന്ന സംഘം റഷ്യ കൂടാതെ ഗ്രീസ്, സ്പെയിൻ, സ്ലൊവേനിയ, അതോടൊപ്പം തന്നെ ലാറ്റ്വിയ തുടങ്ങിയ രാജ്യങ്ങൾ കൂടി ഈ സംഘം സന്ദർശിക്കുന്നുണ്ട്. ഏതായാലും നിലവിൽ പോയിട്ടുള്ള ഓരോ സംഘങ്ങളും നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ 2 പ്രധാനപ്പെട്ട ദൗത്യങ്ങളാണ്. ഒന്നാം, ഓപ്പറേഷൻ സിന്ദൂർ എന്തിന് ആണ് ഇത്തരത്തിൽ ഭീകര കേന്ദ്രങ്ങൾ തകർത്തതിന്റെ കാരണം എന്തായിരുന്നു എന്നതിന്റെ വിശദീകരണവും, ഒപ്പം ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പാകിസ്ഥാന്റെ സമീപനത്തെ ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാട്ടുക എന്ന 2 പ്രധാനപ്പെട്ട ദൗത്യമാണ്. ഈ ദൗത്യവും പേർക്കൊണ്ടുള്ള 4ാമത്തെ സംഘമാണ് ഇന്നിപ്പോൾ യാത്ര തുടങ്ങാൻ പോകുന്നത്.